ബിഗ് ബോസ് മലയാളം സീസൺ 7 പണിപ്പുരയുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങൾ ബിഗ് ബോസിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കണ്ടസ്റ്റൻസ് കൊണ്ടുവന്ന സകല സാധനങ്ങളും പണിപ്പുരയിലായിരിക്കും ഉണ്ടായിരിക്കുക. രണ്ടാമത്തേത് ബിഗ് ബോസ് നൽകുന്ന ലക്ഷറി ബഡ്ജറ്റ് വസ്തുക്കളും പണിപ്പുരയിലായിരിക്കും ഉണ്ടാവുക. മൂന്നാമത്തേത് ഓരോ ആഴ്ചയും ഇവർക്ക് കിട്ടുന്ന ലക്ഷറി ബഡ്ജറ്റ് ഉപയോഗിച്ചിട്ട് മാത്രമേ പണിപ്പുരയിൽ നിന്ന് അവർക്ക് ഓരോ സാധനങ്ങളായിട്ട് എടുക്കാൻ പറ്റൂ, ആ ലക്ഷറി ബഡ്ജറ്റിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട്. നാലാമത്തേത് ഈ പണിപ്പുരയിലുള്ള ഓരോ വസ്തുക്കളും അത് ലക്ഷറി ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് നൽകുന്ന ഉൽപ്പന്നങ്ങളാണെങ്കിലും ശരി തന്നെ, അതല്ലെന്നുണ്ടെങ്കിൽ കണ്ടസ്റ്റൻസിന്റെ വസ്തുക്കൾ അവർ കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളാണെങ്കിലും അതിനൊക്കെ ഒരു നിശ്ചിത പോയിന്റ് ഉണ്ടാവും. അതനുസരിച്ച് മാത്രമേ ഇവർക്ക് സാധനങ്ങൾ അതിൽ നിന്ന് എടുക്കാൻ കഴിയൂ. അഞ്ചാമത്തെ നിയമം ആഴ്ചയിൽ 2 ദിവസം മാത്രമേ പണിപ്പുരയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആറാമത്തെ നിയമം എന്ന് പറയുന്നത് ഇതിനകത്ത് പലതരത്തിലുള്ള ബാഗുകൾ ഉണ്ടാവും. പിങ്ക്, ബ്രൗൺ, ഗ്രീൻ എന്നിങ്ങനെയുള്ള ബാഗുകളായിരിക്കും, പാക്കറ്റുകളായിരിക്കും ഉണ്ടാവുക. അതിൽ പിങ്കിനകത്ത് ഇവർക്ക് ആവശ്യമുള്ള ഭക്ഷണ വസ്തുക്കളും, ബ്രൗണിനകത്ത് ഇവരുടെ വസ്ത്രങ്ങളും, ഗ്രീനിനകത്ത് മറ്റ് ആക്സസറീസ്, കണ്ണാടി, സോപ്പ്, ജീപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇതുമായിരിക്കും ഉണ്ടാവുക. അടുത്ത നിയമം എന്ന് പറയുന്നത് പണിപ്പുരയിൽ കയറുന്ന ഒരാൾക്ക്, ലക്ഷറി ബജറ്റുമായിട്ട് കയറുന്ന ഒരാൾക്ക് ഒന്നുകിൽ അവരവരുടെ പേഴ്സണൽ സാധനങ്ങൾ എടുക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സാധനങ്ങൾ എടുക്കാം, അതല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കൾ എടുക്കാം. ആ കിട്ടിയിട്ടുള്ള ആ ഒരു അവരുടെ ലക്ഷറി ബജറ്റിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അവർക്ക് അവിടെയുള്ള എന്ത് സാധനം വേണമെങ്കിലും എടുക്കാം, ആ പോയിന്റ് അനുസരിച്ചിട്ട്. അടുത്ത നിയമം എന്ന് പറയുന്നത് ഇവർക്കൊരു നിശ്ചിത സമയം ഉണ്ടാവും. ആ സമയത്തിനുള്ളിൽ തന്നെ അകത്ത് കയറി സാധനങ്ങൾ എടുത്ത് പുറത്തിറങ്ങണം. ആ സമയം കഴിഞ്ഞു പോയാൽ എടുത്ത സാധനങ്ങളെല്ലാം തിരികെ വെച്ചിട്ടേ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അടുത്ത നിയമം എന്ന് പറയുന്നത് ഇവരെടുത്ത ലക്ഷറി ബജറ്റ് അനുസരിച്ച് എടുത്ത സാധനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അധികമാവുകയാണെങ്കിൽ അധികമായിട്ടുള്ള ലക്ഷറി ബജറ്റിന് മുകളിൽ ഇവർ എടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുത്താലേ ഇവർക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അടുത്ത നിയമം, എടുത്തത് ഈ പേഴ്സണൽ ആയിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ പണിപ്പുരയിലുള്ള പേഴ്സണൽ എന്ന് പറയുന്ന ഒരു ബാസ്ക്കറ്റ് ഉണ്ട്, അതിനകത്ത് വെക്കണം. മറ്റുള്ളവരുടെ സാധനങ്ങളാണ് എടുത്തതെങ്കിൽ ജനറൽ എന്ന് പറയുന്ന ഒരു ബാസ്ക്കറ്റ് ഉണ്ടാവും, അതിനകത്ത് നിക്ഷേപിക്കാം. ഇങ്ങനെയാണ്, അതായത് ഇതിനകത്ത് ഗ്രൂപ്പായിട്ടൊക്കെ കളിക്കാനുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് അടുത്ത നിയമമാണ്. ഇവരിപ്പോൾ എടുക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഈ വസ്ത്രങ്ങളോ പാദരക്ഷകളോ ഒക്കെ ആണെന്ന് വെച്ചാൽ ഇത് പൂർണ്ണമായും കിട്ടിയാൽ മാത്രമേ ധരിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ പാദരക്ഷയുടെ ഒരെണ്ണം ഉണ്ടാവും, ഒന്നുണ്ടാവില്ല, അല്ലെങ്കിൽ വേറെ 2 വെച്ചിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് പൂർണ്ണമായിട്ടുള്ളത് കിട്ടിയാൽ മാത്രമേ അത് ധരിക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു നിയമം കൂടി വെച്ചിട്ടുണ്ട്. അതായത് ഫുള്ള് സീനാണ് കേട്ടോ. അതായത് പകുതി യൂണിഫോം പകുതി സ്വന്തം വസ്ത്രം എന്ന രീതിയിലൊന്നും ഇവർക്ക് ധരിക്കാനായിട്ട് പറ്റില്ല. എടുക്കുന്ന സാധനം എറിയാനോ മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്തിട്ട് പുറത്തെത്തിക്കാനോ കഴിയില്ല എന്നുള്ള ഒരു നിയമം കൂടിയുണ്ട്. അവസാനം ക്യാപ്റ്റൻ ബാസ്ക്കറ്റിലുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി പറയണം. അങ്ങനെ ഏതാണ്ട് ഒരു 14ഓളം നിയമങ്ങളാണ് പണിപ്പുരയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ കൊടുത്തിരിക്കുന്നത്. സകല കണ്ടസ്റ്റൻസും തേഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. മുഖം കാണുന്ന ഇത് വായിച്ചപ്പോൾ മൊട്ടം പണിയാണ്. ഇത്രയും കാലം ബിഗ് ബോസിൽ ഇല്ലാതിരുന്ന മൊട്ടം പണിയാണ് കിട്ടിയിരിക്കുന്നത്. സകല മോഹങ്ങളും അവരുടെ ഒരു നിമിഷം കൊണ്ട് നിഷ്പ്രഭമായിപ്പോൾ. ഇങ്ങനൊരു പണി അവരാരും വിചാരിച്ചാണില്ല. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.